ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഈ നേരം വരെ, അതായത് 11:15 ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ നേരം വരെ ഡിമ്പിളിനും ആൻസിനുള്ള വിഷയങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു. നമ്മുടെ ചാക്കോച്ചനാണ് ഫസ്റ്റ് കനിയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങളുടെ കണ്ണകുളങ്ങരയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് താമസിച്ചിരുന്ന പപ്പയും മമ്മിയും 10 മക്കളാണ്. അതിലെ ആൻറ്റോൻ്റെ വൈഫ് വിനി 45 വയസ്സായിട്ടുള്ളൂ. അവൾ ഒരു മാസമായിട്ട് വെല്ലൂരായിരുന്നു. എന്താ പറയുക, കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് തന്നെ പറയും. നമ്മൾ മരിച്ചു എന്നങ്ങനെ പെട്ടെന്ന് പറയില്ലല്ലോ. അങ്ങനെ അക്കി കരഞ്ഞും കൊണ്ടുള്ള അക്കിയുടെ വിളിയാണ് രാവിലെ. അത് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര അടുപ്പായിരുന്നു വിനിയും ചേച്ചിയും ഞങ്ങൾ പിന്നെ അവിടെ അല്ലാത്തത് കൊണ്ട് കുറച്ചൊരു അകൽച്ച ഉണ്ടെങ്കിലും എപ്പോഴും വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾ എപ്പോൾ പോകുമ്പോൾ കാണും. വെള്ളയപ്പങ്ങാടിയിലാണ് അവരുടെ മോളെ കാണുക. അവർക്ക് അവിടെ ബിസിനസ് ഉണ്ട്. അപ്പോൾ കാണലും പറയലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഭയങ്കര സങ്കടമായി. പെട്ടെന്നാണ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം. അപ്പോൾ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ രാത്രി പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പറ്റിയില്ല പോകാനായിട്ട്. കാരണം ഡെഡ് ബോഡി വരാൻ കുറേ ലേറ്റ് ആവുന്നു. വെല്ലൂരിൽ നിന്നല്ലേ വരണേ. അപ്പോൾ എന്തായാലും നാളെ രാവിലെയോ അല്ലെങ്കിൽ ശവസംസ്കാര കർമ്മങ്ങളിലോ പങ്കെടുക്കുന്ന സമയത്തോ എങ്ങാനും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയോട് കൂടിയിട്ട് ഭയങ്കര തൊണ്ടവേദന എനിക്കുണ്ട്, ഡിവൈനുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചുക്ക് കാപ്പിയൊക്കെ വെച്ച് തോമുതേ പതിവ് പടി പോയി. അപ്പോൾ ഓച്ചും പാച്ചും ഇല്ലാത്തതിൻ്റെ ഒരു അനക്കക്കുറവ് ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ പറയില്ല, ഞാനും ഡിവൈനും പറയില്ല ഡിമ്പിളുണ്ടായാലും ഒരു ഓളമുള്ളൂന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും വേണ്ടി വന്നില്ല, എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോൾ ഒരു ഫോട്ടോ ആണ്, അതായത് ഗ്രൂപ്പിൽ പാച്ചുവിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ, പണ്ടത്തെ ഒരു ഡിമ്പിളുടെയും പാച്ചുവിൻ്റെയും കൂടി ഫോട്ടോ ഇട്ടപ്പോൾ അതിൽ ഒരു ആൾ പറഞ്ഞു, ഖദീജ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മുടെ പാച്ചുവിൻ്റെ പോലെയാണെന്ന്. അപ്പോൾ അത് കണ്ടതും ഡിമ്പിൾ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടതാട്ടോ. അപ്പോൾ കറക്റ്റാണ്, ഡോണിൻ്റെ അതേ ചെറുപ്പത്തിലത്തെ ചായയാണ് പാച്ചുവിന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഡോണും ഡയോണും ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷേ വലുതായപ്പോൾ രണ്ടാളും ഒരുപോലെ ഉണ്ട്. അങ്ങനെ ഞാൻ അപ്പം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തോമുട്ടൻ പ്ലേ സ്കൂളിൽ നിന്ന് വന്നത്. പ്ലേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഓച്ചു എവിടെ, ഡിമ്പിളിനെ പോയി കൊണ്ടുപോവാ പാച്ചു എവിടെ, പാച്ചുവിൻ്റെ ഷൂ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തേ പാച്ചു അത് കൊണ്ടുപോകാത്ത, ഇങ്ങനെ വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോഴാണ് അവൻ കണ്ടത്, അയ്യോ പാച്ചുവിൻ്റെ പുതിയ ഷൂ വാങ്ങിച്ചത് കൊണ്ടുപോയില്ലല്ലോ, കൊണ്ടു കൊടുക്കണ്ടേ അമ്മാമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്താനാണ്. അവനാകെ വിഷമായി, കുട്ടി കൊണ്ടുപോയില്ലല്ലോ പുതിയ ഷൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കളിച്ച് ബോളെടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിച്ചിടാൻ നിൽക്കണ്ട, ഓച്ചൊക്കെ ഒതുക്കിയിട്ടിട്ട് പോയിട്ടുള്ളത്, അമ്മാമ്മ ജസ്റ്റ് ഒന്ന് കിടന്നതാണ് ഇവിടെ. കാരണം അപ്പുറത്തെ റൂമിൽ ഒക്കെ വലിച്ചു വാരിയിട്ട കാരണം അമ്മാമ്മ ഇവിടെ കിടന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചാക്കോച്ചനെയും പകൽ ഇവിടെയാണ് കെടുക്കുക കേട്ടോ, ഡിമ്പിളുടെ റൂമിലാണ് അധിക ഭാഗം കെടുത്തുക. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് എന്നോട് കുറച്ച് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തോമുട്ടൻ അമ്മയുടെ കൂടെ മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാളും കൂടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഡിവൈന്. കാരണം രണ്ടാൾക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രായമാണല്ലോ. അപ്പോൾ തോമുനെ ഉറക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി പിന്നെ പുലർച്ചെ ആവും ഉറങ്ങുക, നല്ലോണം ലേറ്റാവും. ആ ലേറ്റ് ആവുമ്പോൾ ഇവൻ്റെ ഒച്ച കേട്ടിട്ട് മറ്റവൻ എണീക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാട്ടോ, ഉറക്കാണ്ടിരുത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു 5:30 കൂടിയിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷേ ഇന്ന് ഗ്രൂപ്പിൽ സംസാരവും ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഞാൻ ഉറക്കം ഒന്നും അങ്ങോട്ട് വേണ്ടാന്ന് വെച്ച് ഞാൻ വേഗം ചായ വെക്കാൻ നിന്നു. അപ്പോൾ ഡിവൈൻ എണീക്കാൻ കാത്തുന്നില്ല, നേരത്തോടെ ചായ വെച്ച് ഞാനും ഡാഡിയും ചായയും ബിസ്ക്കറ്റും റസ്ക്കും ഒക്കെ കൂടെ കഴിച്ച് ഞങ്ങളിപ്പോൾ അതൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എനിക്ക് ജോർദാൻസ് വേൾഡിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളുണ്ടല്ലോ, മീനുവിൻ്റെ അവിടെ നിന്ന് തന്നയച്ച ചെടിയൊക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഞാൻ ആദ്യം നാളെ എങ്ങാനും ചെയ്യാമെന്ന് വെച്ചപ്പോൾ മീനു പറഞ്ഞു വേണ്ട, അത് ആൻറ്റി വേഗം തന്നെ ആയിക്കോ, ചില ഇലങ്ങൾ ഇങ്ങനെ ചീഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ എണീറ്റ് നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ എനിക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കുറച്ച് മണി പ്ലാന്റൊക്കെ വെട്ടി കുറച്ച് സംഭവങ്ങൾ അത് ചെയ്തു. ഇത് 10 ചട്ടിയിലായിട്ട് 12 ചെടിയായിരുന്നു, പക്ഷേ 10 ചട്ടിയിലായിട്ടോ ഞാൻ വെച്ചത്. കാരണം 1-2 വളരെ കുഞ്ഞ് പീസുകളായിട്ട് അതിൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞു വീണു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈ ഒറ്റയ്ക്കായിട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ 2 കൂട്ടം ഒന്നിച്ച് ഏകദേശം ഒരുപോലെ. പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ്ങിൻ്റെ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് കയറിയോട് കൂടിയിട്ട് ഭയങ്കര ചൂടായിരുന്നു പുറത്ത്. അതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് തല ചുറ്റി.
അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പുതിയ കമ്മലുകളാണ് കേട്ടോ. നല്ല ലോങ് ഡ്രോപ്സാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അത് 6 കളറിലാണ് വന്നിട്ടുള്ളത്. അത് തന്നെ ബ്രേസ്ലെറ്റ്സും വന്നിട്ടുണ്ട്. പിന്നെ മാല വേണമെങ്കിൽ മൾട്ടി കളറിൻ്റെ മാലകൾ നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, സെറ്റായിട്ട് ഇടണമെന്ന് വെച്ചാൽ കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ബ്രേസ്ലെറ്റും നീളത്തിലുള്ള ഒരു കമ്മലും നേരിയൊരു മാല ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി. മാല ഇപ്പോൾ ഹെവി ആയാലും കുഴപ്പമില്ല, ഇത് രണ്ടും ലൈറ്റ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ഇത്. മറ്റേ നാഗപടവും മാങ്ങയും പിന്നെ മറ്റേ റൗണ്ടും, അങ്ങനെ 3 ഇതിൽ സാധാരണ ചെറിയ ഒരു എന്താ പറയുക ട്രഡീഷണൽ മാല തന്നെ, വളരെ നേരിയത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചുരിദാറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ മാലയാണ് കേട്ടോ അത്. അങ്ങനെ തോമുട്ടം വന്നപ്പോൾ സമയത്താണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൊറിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിലും വന്നു തുടങ്ങി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുട്ടായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ വന്നപ്പോൾ തോമുട്ടനെ കൊണ്ട് തന്നെ ഞാൻ പൊട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഉറക്കാണ്ട് ഇരുത്താന്നുള്ളതാണ് ടാസ്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു 8:30 വരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തണം ഞങ്ങൾക്ക്. അപ്പോൾ അതിനുള്ള ബന്ധപ്പാടാണ്. അപ്പോൾ വെറുതെ ചില സമയത്ത് വാശി പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ വർത്താനവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചില സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് അവിടെ ഡിജിറ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കില്ല, ഞാൻ അങ്ങനെ പിടിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് അത് റെക്കോർഡിംഗ് അല്ല എന്ന് മനസ്സിലാവുക. അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടോ. എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ എന്നെ ഡിവൈൻ എപ്പോഴും കളിയാക്കും, ഡിവൈനും അത് ഡിമ്പിളും കളിയാക്കും. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ മമ്മി അത് ആദ്യം റെക്കോർഡ് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഫോൺ സൈലൻ്റാണ്, ഇത് ബിസിനസ് ഫോണാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സൈലൻ്റ് ആക്കി വെക്കും. അപ്പോൾ ഇതോടുകൂടി ഞാൻ അതും കൂടി പറയാൻ കേട്ടോ. നിങ്ങൾ വിളിക്കുന്നവർ ഞാൻ ഫോൺ എടുക്കണില്ല എന്ന് വിചാരിച്ച് വിഷമം തോന്നരുത്. ഈ ഫോൺ സൈലൻ്റാണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഞാൻ കണ്ടിട്ട് എടുക്കാണ്ടിരിക്കണത് ഒന്നുമല്ല. മെസ്സേജ് നിങ്ങൾ എപ്പോൾ അയച്ചാലും ഞാൻ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വന്ന് നോക്കും. അല്ലെങ്കിൽ വേണ്ട മാക്സിമം ഒരു അരമണിക്കൂർ അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നോക്കും. പക്ഷേ കോള് ഞാൻ കാണൂല. വന്ന കോളിലേക്ക് ഞാൻ തിരിച്ച് വിളിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാണ്ട് മെസ്സേജുകൾ അയക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കാരണം കുറേ പേര് ഞങ്ങൾ വിളിച്ചിട്ട് എന്തേ എടുക്കാത്ത, ചിലവരുടെ വിചാരം അവരോടുള്ള ദേഷ്യം കൊണ്ടാണോ എടുക്കാത്ത, അങ്ങനെയൊക്കെ ഒന്നുമല്ല. ഇതാണ് സൈലൻറ്റിലാണ് ഈ ഫോണ്, ബിസിനസ് ഫോണാണ്. നിങ്ങൾക്കറിയാലോ വളരെയധികം കോൺടാക്ട്സ് ഉള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കിത് എടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വീണ്ടും പറയണതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാൽ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ എന്താ പറയുക കുളിക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ള ബ്രഷും പിന്നെ നമ്മുടെ എന്താ പറയുക ഇത് കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ അവനത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, സിലിക്കോണിൻ്റെ. അപ്പോൾ അവൻ അപ്പാപ്പന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൻ അമ്മോട് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മയ്ക്ക് കുളിക്കാനുള്ളതാണ് അത്ര ഇത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് അവനെല്ലാതും പറഞ്ഞു തുടങ്ങി കേട്ടോ, എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും, എനിക്ക് തോന്നുന്നു ഫോണിൽ നിന്നും ടി വിയിൽ നിന്നും പിന്നെ ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ പിടിച്ച് ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ ഞെട്ടാട്ടോ. ഇന്നലെ ഈ പറഞ്ഞ പോലെ ഞാനത് എടുക്കണമെന്ന് വിചാരിച്ചു, എടുത്തെങ്കിലും പക്ഷെ അത് എവിടെയോ എനിക്ക് പറയാൻ വിട്ടുപോയി. അവരിങ്ങനെ ബോട്ടിലെടുത്തിട്ട് അതിങ്ങനെ ഒരുവിധം തുറന്ന് കഴിയുമ്പോൾ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടി തുറപ്പിച്ചിട്ട് കുടിക്കുക. ചില സമയത്ത് കുലുക്കി കുടിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വല്ല സിനിമയിലോ എന്തിലെങ്കിലും കണ്ടതോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്രോഡക്റ്റ്, സിലിക്കോണിൻ്റെയാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ ഇതൊരു എന്താ പറയുക ഒരു അതിഥിയായിട്ട് അവിടെ ഇരിക്കുക, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നല്ല സാധനമായിട്ട് എനിക്ക് തോന്നി. 165 രൂപയാണ് രണ്ടും കൂടിയിട്ട്, കോംബോ ഓഫറായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്സി എന്നാണ് കേട്ടോ അധിക ഭാഗം എന്താ പറയുക ഷോപ്പ് ചെയ്യാം. ഷോപ്സി എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലച്ചിട്ട്. അപ്പോൾ ഇനി ഏതാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പ്രഷർ നോക്കിയിട്ടാവാം. കാരണം ഗുളിക കഴിക്കുമ്പോൾ ലോ പ്രഷറാണെങ്കിൽ ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഡൗൺ ആവും. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ 138 വളരെ കുറച്ച് കൂടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല, അത് ഉറക്കത്തിൻ്റെ. ഇന്നലെ ഞാൻ കുറേ ലേറ്റായിട്ട് ഉറങ്ങിയേക്കണം. ഉച്ചയ്ക്കും ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ വർത്താനം പറഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആവും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ അങ്ങനെ മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ഇന്ന് തോമുവിനെ എന്താ പറയുക ഡിവൈൻ പേടിപ്പിക്കുന്നതാണ് കേട്ടോ. കാരണം അവനെ സംബന്ധിച്ച് അവനിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ അച്ഛൻ്റെ പോലെയല്ലേ ഇവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പേടിച്ചിരിക്കും കേട്ടോ. അവന് പിന്നെ ഏറ്റവും ധൈര്യം വരണത് അവൻ്റെ അപ്പ വരുമ്പോഴാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ
പിന്നെ ഭയങ്കര ധൈര്യം മൂപ്പർക്ക്. ആരെന്ത് പറഞ്ഞാലും അവൻ അപ്പയുടെ കൂടെയാണെന്നുള്ളൊരു ഇതാണ്. ഇത് പേടിച്ചിട്ട് കണ്ടു എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനം പറയാനിരിക്കുക. അപ്പോൾ ചാക്കോച്ചനെ ഡൈനിങ് ടേബിളുമ്മൊക്കെ എടുത്തി. അപ്പോൾ ഡിവൈനും ഞാനും പറയായിരുന്നു, നമ്മളുടെയൊക്കെ ഡിവൈൻ്റെ ചെറുപ്പം, ഡിമ്പിളുടെ ചെറുപ്പം, പണ്ടൊക്കെ കുട്ടികളെ ഡൈനിങ് ടേബിളും ഇരുത്തിയിട്ട് നമ്മൾ അമ്മമാരുടെ അടുത്തിരിക്കുകയും ചെയ്യാം. അങ്ങനെ ഡിവൈൻ കുട്ടികളെയും കൊണ്ട് ഞാൻ പറഞ്ഞു പതുക്കെ തോമുനെ ഉറക്കാൻ പൊക്കോ എന്നിട്ട് ചാക്കോച്ചൻ ഇവിടെ താഴെ ഡിമ്പിളുടെ റൂമിൽ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വേഗം കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട് കഞ്ഞി വെച്ചു. പപ്പടം വറുത്തു, കടലുപ്പേരി കാച്ചി. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ ആരും എടുത്തിട്ടുണ്ടായിരുന്നു, ഒരെണ്ണ ആരോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി അത് അങ്ങനെയുണ്ട്. അത് ചിക്കൻ്റെ കറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഓച്ചുവിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസ് വന്നത്. അവർ എവിടെയോ പോയേക്കാണ്, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരെത്താൻ ലേറ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തോടെ ബിഗ് ബോസിന് മുമ്പായിട്ട് തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇവർക്ക് ഇതേ ഫുഡ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി പോകാമെന്ന് വിചാരിച്ചത് മരിച്ചോടത്തേക്ക്. അപ്പോഴാണ് പോൾസിപ്പേപ്പൻ പറഞ്ഞത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും വരാനായിട്ട്, 10 മണിയെന്നാണ് പറഞ്ഞേക്കണേന്ന്. അപ്പം പിന്നെ വന്നിട്ടുള്ള ആ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ പണ്ടത്തെ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്ക് ആകെ കൂടെ നമുക്ക് എങ്ങനെ വന്നാലും ഒരു എന്താ പറയുക, ചെറുപ്പം ഒരു ആളുടെ മരണമാണല്ലോ. അപ്പോൾ അത് അത്രയും എല്ലാവരുടെയും മനസ്സിന് അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര പെട്ടെന്നൊരു നമുക്ക് ആ കൊണ്ടുവന്ന സമയത്തുള്ള ആ ഒരു കരച്ചിലും ബഹളമാകുമ്പോൾ നമുക്കത് ഭയങ്കര നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോൺ പറഞ്ഞു, മമ്മി നേരത്തെ എന്തായാലും പോകണ്ട, നാളെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ഇവരുടെ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തോടെ എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവരുടെ ഇറച്ചി കൊടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ചെടികളൊക്കെ ഒന്ന് വാടി നിൽക്കണം ഗ്രില്ലുമ്മലത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച്, ഫിൽറ്ററിൽ വെള്ളമൊഴിച്ച് അങ്ങനെ നേരെ കിച്ചണിൽ വന്നപ്പോൾ ഡിവൈൻ കംപ്ലീറ്റ് സാനിറ്റൈസർ യൂസ് ചെയ്ത് കംപ്ലീറ്റ് തുടച്ച് ആകെ ഫ്രഷാക്കിയിട്ട് ഇട്ടേക്കണം കേട്ടോ കിച്ചണൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് തലചുറ്റായിരുന്നു. അപ്പോൾ ഞാനിവിടെ ബിഗ് ബോസ് അവർ വെച്ചപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കെടുക്കായിരുന്നു. ഡോണിന് ചാക്കോച്ചൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിവൈൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയി. കാരണം ഡിവൈനും ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ഉണ്ട്, വോയിസ് ഓവർ കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഡിവൈൻ പോയി. അപ്പോൾ ഞാൻ വേഗം എല്ലാം കഴിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്നും കൂടി താങ്ക്സ് പറയുകയാണ്. കാരണം അത്രയധികം മെസ്സേജാണ് എൻ്റെ 2 ഫോണിലും പിന്നെ യൂട്യൂബിൽ കമൻസ് വഴി ഇന്ന് ഞാൻ പതിവില്ലാണ്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പൊന്നൂന് സ്പെഷ്യലായിട്ടും ഒന്ന് ഇന്നലത്തെ ഒരു ദിവസത്തെയും. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ വാടി നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിലാണ് അവിടെ വെള്ളം ഒഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് പതുക്കെ ചെറുതായിട്ടൊന്ന് താഴേക്ക് ഇറ്റ് വീഴും. അപ്പോൾ പകലാകുമ്പോൾ കുട്ടികളോ നമ്മളൊക്കെ ചവിട്ടി വീഴും. രാത്രിയാകുമ്പോൾ ഒരു നേരം വെളുക്കുമ്പോഴേക്കും അത് ഈ ചൂടിൽ വറ്റിക്കോളും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മുടെ വീട്ടിൽ സ്ഥിരം കുഞ്ഞിലേ തൊട്ട് ഞാൻ എൻ്റെ മക്കളെയും ഞാൻ പഠിച്ചതും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതും ഇതാണ്. കാരണം എന്തെങ്കിലും ഒരു പുതിയ സാധനം എടുക്കുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും വന്നാൽ നടയിൽ അത് വെച്ചിട്ട് പിന്നീട് അതെടുക്കുക എന്നുള്ളതാണ്. ആ രാത്രി അവിടെ വെച്ച് പിറ്റേ ദിവസം രാവിലെ അതും കൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാം ആയാലും നമ്മൾ ചെയ്യുക 10 തൊട്ട് 12 മണി വരെ പരീക്ഷ വെച്ചാൽ 10 മണിക്ക് ഞാൻ മെഴുകുതിരി എത്തിച്ച് 12 മണിക്ക് ഞാൻ ഊതുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിച്ചിട്ടുള്ള ഓരോ ശീലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഇനി നാളെ നമുക്ക് വേഗം കാണാം കേട്ടോ.